Hey guys, welcome back to Encyclopedia. Project Hail Mary. ഫൈനൽ നമ്മൾ തിയേറ്ററിൽ നിന്ന് കണ്ടുവന്നതാണ്. ഒരുപാട് എക്സ്പെക്റ്റേഷനോടെ കാത്തുന്നൊരു സിനിമയാണ്. അത്രയും കിടിലൻ പോസിറ്റീവ് റിവ്യൂസും കാര്യങ്ങളൊക്കെയാണ്, റേറ്റിംഗ് ഒക്കെയാണ് എല്ലാ സ്ഥലത്തും ഇതിന് ലഭിച്ചത്. സോ വളരെ ആൻറ്റിസിപ്പേറ്റഡ് ഫിലിമാണ് ആയിരുന്നു ഈ വർഷത്തെ. ആൻഡ് ഫൈനലി ഇന്നലെ പോയി തിയേറ്ററിൽ നിന്ന് കണ്ടു വന്നതാണ്. വാട്ട് എ ഫിലിം മാൻ, മനസ്സ് നിറഞ്ഞു എന്നറിയാം. എടുത്ത കാലത്ത് കണ്ടതിൽ വെച്ച്, റീസെൻ്റ്ലി കണ്ടതിൽ വെച്ച് വൺ ഓഫ് ദ മോസ്റ്റ് ഓവർവെൽമിങ് ഫിലിം. കാരണം തിയേറ്ററിൽ നിന്ന് പുറത്ത് വരുമ്പം ഒരു വളരെ നല്ലൊരു സിനിമ കണ്ടു എന്നുള്ള ആ ഒരു ത്രൂ ഔട്ട് ഒരു സാറ്റിസ്ഫാക്ഷനോടെ പുറത്ത് വരാൻ പറ്റി. സോ അങ്ങനെ ഒരു മനസ്സ് നിറഞ്ഞ് എന്നുള്ളൊരു ആ ഒരു ഫീല് കിട്ടി വന്ന ഒരു പടം, കിടിലം പടം. ഇറ്റ്സ് എ സ്വീറ്റ് ആൻഡ് സിമ്പിൾ ഫീൽ ഗുഡ് ഫിലിം വിച്ച് ഈസ് സെറ്റ് ഇൻ ദ സ്പേസ് ആൻഡ് കോസ്മിക് സൈഫൈ പരിപാടികളൊക്കെ. അതൊക്കെ അതിൻ്റെ ഒരു ആ ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ് സൈഫൈ സ്പേസ് ഒരു ഇൻ്റർസ്റ്റെല്ലാറും ആ ഒരു വൈബിലാണ് നടക്കുന്നതെങ്കിലും, ആ ഒരു ഗ്രാൻഡ് സ്കെയിലാണ് ഇത് ചെയ്യുന്നതെങ്കിലും, ഇതിൻ്റെ ഒരു കോർന്ന് വരുമ്പോൾ വളരെ ക്യൂട്ട്, കാം, കൈൻഡ്, ഹ്യൂമാനിറ്റി നിറഞ്ഞ, മറ്റേ നന്മ നിറഞ്ഞ, മനുഷ്യത്വം നിറഞ്ഞ ഒരു വളരെയധികം ഒരു ഓവർ വെൽമിങ് ആക്കുന്ന രീതിയിലുള്ള ഒരു വളരെ ടൈറ്റ് വാം ഹഗ്ഗൊക്കെ തരുന്ന മാതിരിയുള്ള ഒരു ഫീൽ ഗുഡ് ഒരു എസൻസാണ് ഇവർ ഇതിലൂടെ മെയിനായിട്ടൊരു മെസ്സേജൊക്കെയാണ് തരാൻ ഉദ്ദേശിച്ചത്. സോ സൈഫൈയും സ്പേസും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് സെറ്റിംഗ് ആയിട്ട് വരുന്നതെന്ന് മാത്രമേ ഉള്ളൂ. സോ ക്രിസ് മില്ലർ ആൻഡ് ഫിൽ ലോഡ്, സോ നമ്മുടെ സ്പൈഡർ വേഴ്സ് ഒക്കെ ഡയറക്റ്റ് ചെയ്ത അതിൻ്റെയൊക്കെ ഒരു മേക്കേഴ്സാണ്. സോ അവരിൽ നിന്ന് നമ്മളെന്താണ് പ്രതീക്ഷിച്ചത് അത് തന്നെ കിട്ടിയിട്ടുണ്ട്. യെറ്റ് അനദർ ബാങ്ങർ ഓഫ് എ ഫിലിം ഫ്രം ദിസ് ക്വാളിറ്റി എന്ന് പറഞ്ഞൊരു ഫിലിം ഫ്രം ദിസ് ഡുവോ. ആൻഡ് കിട്ടില്ല സിനിമ. കാരണം വെച്ചാൽ ഒരിക്കലും ഒരു ഇൻ്റർസ്റ്റെല്ലാർ മോഡലോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പടമല്ല. കാരണം ഇതിൻ്റെ ഡയറക്റ്റ് കമ്പാരിഷൻ വരുന്നത് ഇൻ്റർസ്റ്റെല്ലാർ ആയിട്ടാണ്. സോ ഒബ്വിയസ്ലി ഈ ഇൻ്റർസ്റ്റെല്ലാർ ആണല്ലോ സ്പേസ് അങ്ങനത്തെ ഒരു ഫിലിമിൻ്റെ ഒരു ബെഞ്ച് മാർക്ക് എന്ന് പറയുന്നത്. സോ ഇൻ്റർസ്റ്റെല്ലാറിൻ്റെ മേലെന്നൊക്കെ പറഞ്ഞിട്ടുള്ള റിവ്യൂ ഒക്കെ കണ്ടിട്ടൊക്കെ തന്നെ ഞാൻ പോയത്. പക്ഷേ ഒരിക്കലും ഇൻ്റർസ്റ്റെല്ലാർ ഒന്നുമല്ല ഞാൻ പ്രതീക്ഷിച്ചത്. കാരണം ഇൻ്റർസ്റ്റെല്ലാർ അത് വേറെ ലെവൽ. അത് ഫോർത്ത് ഡയമെൻഷൻ, അങ്ങനെ കുറേ കോംപ്ലക്സ് സയൻസും പറയുന്നുണ്ട്. അതുപോലെ തന്നെ സൈഡിൽ കൂടെ അച്ഛൻ്റെയും മകളെയൊക്കെ ഒരു സബ്റ്റിലായിട്ടുള്ള ഹ്യൂമാനിറ്റി എന്ന് പറഞ്ഞൊരു കഥയും പോകുന്നുണ്ട്. സോ അതേപോലെ തന്നെ ഇവിടെ വലിയ കോംപ്ലക്സിറ്റി എന്ന് പറഞ്ഞ സെറ്റപ്പ് ഒന്നും അല്ല സ്പേസിൻ്റെ. കാരണം അതിൽ ഫോർത്ത് ഡയമെൻഷൻ ഇല്ല, മറ്റേ അങ്ങനെ ഒരു പരിപാടികളും ഇല്ല. ഈ മറ്റേ മില്ലേഴ്സ് പ്ലാനറ്റ് ഇല്ല, അല്ലാണ്ട് ഒരു പരിപാടിയില്ല. സോ അങ്ങനെ ഇതെന്ന് വെച്ചാൽ ജസ്റ്റ് ആ ഒരു ഇൻ്റർസ്റ്റെല്ലാറുള്ള ഏക സിമിലാരിറ്റി എന്ന് പറഞ്ഞ പടത്തിലുള്ളതെന്ന് വെച്ചാൽ സ്പേസിലാണ് കഥ നടക്കുന്നത്. നായകനെ സ്പേസിലേക്ക് പറഞ്ഞയക്കുന്നത് ഭൂമിനെ രക്ഷിക്കാനാണ്. ഇതിൽ സൺ ഈസ് ഡൈയിങ്, നമ്മുടെ സൂര്യൻ ഒരു ഇൻഫെക്ഷൻ എന്തോ വന്നതിന് ശേഷം സൂര്യൻ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ അത് അതിൽ നിന്ന് നമ്മുടെ റയൻ ഗോസ്ലിങ്ങിൻ്റെ ക്യാരക്ടറായ റൈലൻഡ് ഗ്രേസ് എന്ന് പറയുന്ന ക്യാരക്ടർ ആ ഒരു ഏരിയയിലൊക്കെ ഭയങ്കര എക്സ്പെർട്ടീസ് ചെയ്തൊരു പുള്ളിക്കാരനാണ്. സോ പുള്ളിക്കാരൻ അതിന് വേണ്ടിയിട്ട് സ്പേസിലേക്ക് പറഞ്ഞയക്കുന്നു. സോ ആ ഒരു സ്പേസ് പോകുമ്പോഴുള്ളൊരു ജേണി, അതേപോലെ തന്നെ സ്പേസിലേക്ക് പോകുമ്പം ഈ സൂര്യൻ എന്ന് പറയുമ്പം നമ്മുടെ എർത്ത് വാസികൾക്ക് മാത്രമുള്ളതല്ല, വേറെയും പ്ലാനറ്റ്സിലെ ഏലിയൻസ് ഉണ്ട്. അവർക്കും എത്രത്തോളം നമുക്ക് സൂര്യൻ ഇമ്പോർട്ടൻ്റ് ആണോ അത്രത്തോളം അവർക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്. സോ അവിടെ നിന്ന് റോക്കി എന്ന് പറഞ്ഞിട്ടുള്ളൊരു എന്താ പറയുക, നമ്മുടെ ഞണ്ടും അതുപോലെ തന്നെ കല്ലിനെ കൊണ്ടൊക്കെ ഒരു ഞണ്ടുണ്ടാക്കി അങ്ങനെ ഉണ്ടാവും, ആ ഒരു മോഡലുള്ളൊരു ഏലിയൻ. അപ്പോൾ ആ റോക്കി വരുന്നത് റോക്കീൻ്റെ വേൾഡിനെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട്, സണ്ണിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് റോക്കി അവരുടെ പ്ലാനറ്റ് വരുന്നത്, നമ്മുടെ പ്ലാനറ്റിൽ നിന്ന് റയൻ ഗോസ്ലിംഗ് വരുന്നു. സോ ലിറ്ററലി ജീവിതത്തിലൊരു ലോൺലി, ആരുമില്ലാത്ത, ചോദിക്കാനും പറയാൻ ആരുമില്ലാത്ത, വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പം അങ്ങനെ ആരുമില്ലാത്തൊരു ലോൺലി ക്യാരക്ടറാണ് റയൻ ഗോസ്ലിംഗ്. അതുകൊണ്ടാണ് റയൻ ഗോസ്ലിങ്ങിനെ ഒന്നും നോക്കാണ്ട് സ്പേസിലേക്ക് വിടുന്നത്. അതുപോലെ തന്നെ വളരെ വേണ്ടപ്പെട്ട കുറേ ആൾക്കാർ ഉള്ളൊരു വ്യക്തിയാണ് റോക്കി. സോ അവരെ രക്ഷിക്കാനാണ് റോക്കി ഈ ഒരു മിഷൻ ഇറങ്ങിപ്പെടുന്നത്. അപ്പോൾ ഇവർ രണ്ടാളും ഈ ഒരു മിഷന് ഇറങ്ങി ചെല്ലുമ്പോൾ മീറ്റ് ചെയ്യുന്നതും ആ ഒരു 90% ഓഫ് ഫിലിം ഇവർ തമ്മിലുള്ള കെമിസ്ട്രി, ഇവർ തമ്മിലുള്ള ഡീപ്പ് കോൺവെർസേഷൻ, ഇവരുടെ ഒരു ആ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു പ്യുവർ സാക്രഡ്, വളരെയധികം റൊമാൻസ്, പീക്ക് ലെവൽ റൊമാൻസ് ഒക്കെ പറയുന്ന ഒരു ക്യൂട്ട് ഫ്രണ്ട്ഷിപ്പും അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെയാണ് ഈ സിനിമയിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്, നമ്മളെ കാണിക്കുന്നത്. അതിൻ്റെ ഇടയിൽ കൂടെ അവർ പോകുന്നു, നമ്മുടെ സണ്ണിനെ സേവ് ചെയ്യുന്നു, കാര്യങ്ങളും അങ്ങനെയൊക്കെ, പിന്നെ കുറച്ച് ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറീസ്, ഫ്ലാഷ് ബാക്കുകളൊക്കെ. സോ മെജോറിറ്റി ഈ ഒരു റയൻ ഗോസ്ലിങ്ങിനും അതുപോലെ തന്നെ ഈ കല്ലിൻ്റെ ഒരു പീസ് ഓഫ് റോക്ക് എന്ന് തന്നെ പറയാം, പീസ് ഓഫ് റോക്ക്, ഒരു കല്ലും റയൻ ഗോസ്ലിങ് അങ്ങോട്ടും ഇങ്ങോട്ടും മെജോറിറ്റി വർത്താനം പറഞ്ഞ് അവരുടെ ഒരു കെമിസ്ട്രി, അവരുടെ ഒരു തമാശകൾ,
പിന്നെ ഡീപ്പ് കോൺവെർസേഷൻ, ഇമോഷണൽ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള ഇവരെയാണ് നമ്മൾ ഓൾമോസ്റ്റ് ഒരു 2.5 മണിക്കൂറിൻ്റെ പടത്തിൽ 2.25 മണിക്കൂറും കണ്ട് പോകുന്നത്. അതിനൊപ്പം തന്നെ എക്സ്ട്രാ ആയിട്ട് നമുക്ക് കിട്ടില്ലൻ ഗ്രെഗ് ഫ്രേസർ എന്ന് പറഞ്ഞ ഒരു പീക്ക് സിനിമാറ്റോഗ്രാഫർ, ഡ്യൂണും ബാറ്റ്മാനും ഒക്കെ ചെയ്ത പുള്ളിക്കാരൻ്റെ വക യെറ്റ് അനദർ വിഷ്വൽ സ്പെക്ടക്കിൾ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള കുറേ വിഷ്വൽ പരിപാടികളൊക്കെ കണ്ട് നല്ല കിടില മ്യൂസിക്. നമ്മുടെ സ്പൈഡർമാൻ ടു സ്പൈഡർ വേഴ്സിനൊക്കെ മ്യൂസിക് ചെയ്ത ഡാനിയൽ പെമ്പർട്ടൻ്റെ കിടിലൻ മ്യൂസിക്കും എല്ലാം കൂടെ വന്നൊരു ബ്ലെൻഡ് ചെയ്യുന്ന ഒരു കിടിലൻ ഫീൽ ഗുഡ് പാക്കേജ് ഓഫ് എ സൈഫൈ പടം. അതാണ് പ്രൊജക്റ്റ് ഹെയിൽ മേരി എന്ന് പറഞ്ഞ ഈ ഒരു പടം. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നിങ്ങൾക്ക് വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരാൻ പറ്റുന്ന ഒരു കിടിലൻ പടം. സ്പേസിൽ സെറ്റ് ചെയ്യുന്നതേ ഉള്ളൂ. മെയിനായിട്ട് ഈ സിനിമേൻ്റെ വിഷ്വൽസോ മ്യൂസിക്കോ ഒന്നുമല്ല എന്നെ ഈ പടം കണ്ടു കഴിഞ്ഞപ്പം ഏറ്റവും കൂടുതൽ എൻ്റെ മനസ്സ് തങ്ങി നിന്നത്. അത് ഈ റോക്കി എന്ന് പറഞ്ഞ ഏലിയനും റയൻ ഗോസ്ലിങ്ങും തമ്മിലുള്ള അവരുടെ ഒരു കെമിസ്ട്രി, അവരെ എന്തൊക്കെ ആണ് പറഞ്ഞത്, അവരുടെ ഡിസ്കഷൻസ്, അവരുടെ ഒരു ഇമോഷണൽ ഒരു കോമ്പിനേഷൻ, അവരുടെ തന്നെ ലൈഫിനെ പറ്റി അങ്ങോട്ടും ഒക്കെ പറയുന്നൊരു കുറച്ച് സീനൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് വളരെ സട്ടിലായിട്ട് പോകുന്ന, സ്ലോ കാമായിട്ട് പോകുന്ന സീൻസാണ്. 90% പടം ഇവരുടെ ഈ ഒരു രീതിയിലാണ് പോകുന്നത്. ഇവരെയാണ് നമ്മൾ കാണുന്നത്, ഇവർ പറയുന്നതാണ് നമ്മൾ കേൾക്കുന്നത്. സോ അതിലൂടെ നമുക്ക് ആ ഇമോഷൻ ഫീൽ ചെയ്ത് നമ്മൾ കരയിപ്പിക്കുന്ന പരിപാടികളൊക്കെ ഉണ്ട്. കാരണം ഇതിലൊരു സീന് വരുമ്പം ഈ റോക്കി പറയും ഈ റയൻ ഗോസ്ലിങ്ങിന് ഈ ഭൂമിയിലേക്ക് പോയിട്ടൊന്നും കാര്യമില്ല, അതുകൊണ്ട് ഈ മിഷനിൽ മരിക്കാനും പുള്ളിക്കാരൻ തയ്യാറാന്ന് പറയുമ്പോൾ റോക്കി പറയും ഈ റയൻ ഗോസ്ലിങ്ങിൻ്റെ രക്ഷിക്കുമെന്ന് പറയുന്ന ഒരു സീനുണ്ട്. അതൊക്കെ അറിയാണ്ട് ഓട്ടോമാറ്റിക്കലി എൻ്റെ കണ്ണിൽ നിന്ന് നമ്മുടെ കണ്ണീര് വന്നു പോകുന്നൊരു ജനറേറ്റ് ചെയ്യിപ്പിച്ചു. സോ അത്രയും സട്ടിലായിട്ട് കിടിലനായിട്ട് ടച്ചിങ് രീതിയിൽ ആണ് റൈറ്റിംഗ് പോയത്. ആകെ ഈ പടം മൊത്തം തന്നെ ഒരു 5-6 ഒരു ആക്ടേഴ്സ് മാത്രമേ ഉള്ളൂ. അതിൽ ഈ റയൻ ഗോസ്ലിങ്ങിന് ഈ ഒരു റോക്കി എന്ന് പറഞ്ഞ ഒരു ഏലിയനെയാണ് നമ്മൾ 90%, അതായത് 2.25 മണിക്കൂറോളം കാണുന്നത് ഇവരുടെ ഒരു കോൺവെർസേഷൻ. ബാക്കിയുള്ള ഹ്യൂമൻ ബീയിങ്സിനെ നമ്മൾ എർത്ത് സീൻസിലേക്ക് ഒരു ഫ്ലാഷ് ബാക്ക് പോകുമ്പം കുറച്ച് അവിടെ ഇവിടെയും കാണുന്നതല്ലാണ്ട് മെജോറിറ്റി ഓഫ് പോർഷൻ ഇവർ രണ്ടാളും തമ്മിലുള്ള ഒരു കോൺവെർസേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടുത്തിരിക്കുന്നത്. സോ അത് നമ്മൾ ഒരിക്കലും തീരരുതേ ഇവരുടെ ഇതൊരു അങ്ങനെ നമുക്ക് ഫീൽ ചെയ്യിപ്പിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ആലോചിച്ച് നോക്കുക എത്രത്തോളം കിടിലനായിട്ടാണ് സിനിമ റൈറ്റ് ചെയ്തത്, എത്രത്തോളം ഇമോഷണൽ വെയിറ്റ് ഈ സിനിമക്ക് ഉണ്ടെന്ന്. അതാണ് ഇതിൽ ഏറ്റവും പോസിറ്റീവായിട്ട് എനിക്ക് ഫീലും ചെയ്തത്. ഇറ്റ്സ് നോട്ട് എ ഈസി ടാസ്ക് ആൻഡ് ദേ പുൾഡ് ഓഫ് ഇറ്റ് വെരി പെർഫെക്റ്റ്ലി. അത്രയും നല്ലൊരു റയൻ ഗോസ്ലിംഗ് ആണ് ഈ പടം മൊത്തം ക്യാരി ചെയ്തത്. കാരണം നമുക്ക് ഈ സിനിമ കാണുമ്പോൾ എന്താ റയൻ ഗോസ്ലിങ്ങും അവിടെ ഒരു ഏലിയനും ഉണ്ട്. പക്ഷേ ഈ പടം ഷൂട്ട് ചെയ്യുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, റയൻ ഗോസ്ലിംഗ് തിൻ എയറിലേക്ക് നോക്കിയിട്ട് ചുമ്മാ അവിടെ എന്തോ ഒരു സാധനം ഉണ്ട് എന്നുള്ള രീതിയിൽ പ്രിറ്റൻഡ് ചെയ്തിട്ട് പറയണം. പക്ഷെ അത് ഒരിക്കലും നമുക്ക് ഫീൽ ചെയ്യില്ല. റയൻ ഗോസ്ലിംഗ് ലിറ്ററലി ഒരു ഏലിയൻ ആ സ്പേസ് പോയിട്ട് അങ്ങനെ ഒരു ഏലിയനെ കണ്ടുമുട്ടി അതിനോട് സംസാരിക്കുന്ന രീതിയിൽ തോന്നും. അപ്പം വൺ ഹെൽ ഓഫ് ആൻ ആക്ടിങ് ബൈ ദിസ് മാൻ. ഹിസ് സോ ലിറ്ററലി മീ, യെറ്റ് അനദർ ലിറ്ററലി മീ ക്യാരക്ടർ അൺലോക്ക്ഡ് ബൈ റയൻ ഗോസ്ലിംഗ്. സോ അത്രയോ പറയാനുള്ളൂ. കിടിലനായിട്ടുണ്ട്. ഇവരുടെ കോമ്പിനേഷനാണ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഇവർ ഡിസ്കസ് ചെയ്ത കുറേ പരിപാടികളും ഇവർ നമ്മളെ ഇമോഷണലി കുറേ കരയിപ്പിക്കുന്ന പരിപാടികളൊക്കെ ഉണ്ട്. ഇവരുടെ കുറച്ച് ഡയലോഗും കാര്യങ്ങളും അതൊക്കെയാണ് തങ്ങി നിൽക്കുക മനസ്സിൽ. പിന്നെ നമ്മൾ ഈ 2.5 മണിക്കൂർ ആ ഒരു സ്പേസ് ഒരു റൈഡ് ചെയ്ത് വന്നൊരു ഫീൽ നമുക്ക് കിട്ടും. സോ മറ്റേ സണ്ണിലും ഇതിലൊക്കെ പോയ കുറേ പരിപാടി അതൊക്കെ ആ ഒരു വിഷ്വൽസൊക്കെ മനസ്സിൽ ഇങ്ങനെ തങ്ങി നിൽക്കും. സോ കിടിലനാണ്, വർത്താണ്. എത്ര പൈസ കൊടുത്താലും ഐമാക്സ് പോലെയുള്ള ബിഗ്ഗസ്റ്റ് സ്ക്രീനിൽ തന്നെ കാണാൻ നോക്കുക. കാരണം ഞാൻ കണ്ടത് ഒരു ക്രോപ്ഡ് റേഷ്യോ, നമ്മുടെ നോർമൽ സ്കോപ്പ് റേഷ്യോ തിയേറ്റേഴ്സിലാണ്. ഇത് എക്സ്ക്ലൂസീവ്ലി മെയ്ഡ് ഫോർ ഐമാക്സ് ഓർ ബിഗ്ഗർ സ്ക്രീൻസ് ലൈക്ക് എപ്പിക് ഓർ PXL അതിനൊക്കെയാണ് ഉണ്ടാക്കിയെന്ന് തോന്നുന്നു. കാരണം ക്രോപ്ഡ് വേർഷനാണ് നമുക്ക് കിട്ടിയത്. കാരണം സൈഡിൽ ലെറ്റർ ബോക്സിംഗ് ഉണ്ട്, മേലെയും താഴെയും ബ്ലാക്ക് ബാർ ഉണ്ട്. സോ ക്രോപ്പ് ചെയ്തതാണ്. അപ്പോൾ എർത്ത് സീൻസിലേക്ക് വരുമ്പം ഇതിൽ ക്വാളിറ്റി ഡിമ്മായി തോന്നുന്നുണ്ട്. സ്പേസ് പോകുമ്പോൾ നല്ല ക്ലിയറിൽ കാണുന്നുണ്ട്. സോ അത് തോന്നുന്നത് കംപ്രസ് ചെയ്യുന്നതുകൊണ്ട്. കാരണം ബിഗ് സ്ക്രീനിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയൊരു പടം അത് കാരണം ഫുള്ള് ഇങ്ങനെ നിറഞ്ഞിക്കും ഐമാക്സിലെ പിക്കിലൊക്കെ കണ്ടാൽ. അത് പക്ഷേ നമുക്ക് സ്മോളിലേക്ക് വരുമ്പോൾ അവർ കംപ്രസും ക്രോപ്പൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് ഡിമ്മായി പോകുന്നുണ്ട്. എർത്ത് സീൻസ് എന്നാണ് എനിക്ക് ഫീൽ ചെയ്ത്. അല്ലെങ്കിൽ അത് DCP ആ ഒരു ഇതിൻ്റെ കുറവായിരിക്കും. പക്ഷേ ഈ നോർമൽ സ്ക്രീൻസിന് അയച്ചാൽ DCPൻ്റെ പ്രശ്നമായിരിക്കും. ബട്ട് ബിഗ് സ്ക്രീൻസിൽ ഇതിന് പീക്ക് ലെവൽ DCP ആയിരിക്കും അയച്ചത്. അത് നമുക്ക് അറിയാലോ. സോ ഐമാക്സ് കണ്ടവർക്കൊക്കെ ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആണ്. സോ പ്രൊജക്റ്റ് ഹെയിൽ മേരി വളരെയധികം മനസ്സ് നിറച്ച് എടുത്തേണ്ട ഒരു സിനിമയാണ്. ഈ ദുരന്തർ കണ്ടതിന് ശേഷം തിയേറ്ററിൽ നിന്ന് യെറ്റ് അനദർ സാറ്റിസ്ഫൈഡ് പടമായി ആണ് ഇപ്പം ഈ വർഷത്തെ 2ാമത്തെ തിയേറ്റർ വാച്ചാണിത്. ഇപ്പം ബാക്ക് ടു ബാക്ക് 2 സാറ്റിസ്ഫിക്കേഷൻ്റെ പീക്കിൽ നിൽക്കുന്ന പടങ്ങൾ കണ്ടുകൊണ്ട് വളരെ അധികം ഒരു നിറഞ്ഞൊരു മനസ്സോടെയാണ് ഞാൻ ഇപ്പം നിൽക്കുന്നത്. സോ നിങ്ങൾ ഈ പടം കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. മറ്റൊരു സിനിമയുടെ റിവ്യൂ ആയിട്ട് അല്ലെങ്കിൽ ഷോൻ്റെ റിവ്യൂ ആയിട്ട് വരുന്നവരെ ഇറ്റ്സ് മീ ജോൺ ഫ്ലെക്സ് സൈനിങ് ഓഫ് ഫ്രം എൻസിനിക്ലോപീഡിയ.